Dear students, in the triangles and the chapter exercise 6.3 ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആറാമത്തെ ക്വസ്റ്റ്യൻ. അതായത് in figure triangle ABE congruent to triangle ACD show that triangle ADE is similar to ABC. ADE എന്നുള്ള triangle ABC എന്നുള്ള triangle similar ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് given എന്താണ് triangle ABE congruent to triangle ACD. ഇത് given ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? AB ഈക്വൽ ടു AC ആണ്, അതുപോലെ AE ഈക്വൽ ടു AD ആണ്, BE ഈക്വൽ ടു BE CDക്ക് ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുപോലെ രണ്ട് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ആംഗിൾ A രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A തന്നെ. അതിലെ ആംഗിൾ B ആംഗിൾ സിക്കാണ് ഈക്വൽ, ആംഗിൾ E എന്ന് പറയുന്നത് ആംഗിൾ ഡിക്കാണ് ഈക്വൽ. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഈക്വൽ ആയിട്ടുണ്ടാവുക. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ADE എന്നുള്ള ട്രയാങ്കിളും ABC എന്നുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു സിമിലാരിറ്റി ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് ആംഗിൾ A, രണ്ട് ട്രയാങ്കിളിൽ ആംഗിൾ A കോമൺ ആണ്. ഇനി അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? SAS സിമിലാരിറ്റിയിൽ ട്രയാങ്കിൾ ADE സിമിലർ ടു ABC എന്ന് പറയാം. അത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? AB ACക്ക് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ബൈ AC എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ AD ബൈ AE, AD AEക്ക് ഈക്വൽ ആണ്. അപ്പൊ AD ബൈ AE എന്ന് പറയുന്നത് അതും 1 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? AB ബൈ AC ഈക്വൽ ടു AD ബൈ AE. ഇനി ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. AB ബൈ ഈ AD ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, AD ഈക്വൽ ടു AC ബൈ AE. അതായത് ഈ AD ഇങ്ങോട്ടേക്ക് വന്ന് AC ഇങ്ങോട്ടേക്കും പോയി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതില്ല. AB ബൈ AD ഈക്വൽ ടു AC ബൈ AE, AB ബൈ AD ഈക്വൽ ടു AC ബൈ AE. അപ്പൊ ആ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടി. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയി ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A എന്ന് കിട്ടി. Therefore by SAS സിമിലാരിറ്റിയിലാണ് ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് കിട്ടുന്നത്. SAS സിമിലാരിറ്റി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്തത് in figure altitudes AD and CE of triangle ABC intersect each other at പോയിന്റ് Pയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഷോ ദാറ്റ് ട്രയാങ്കിൾ AEP ഈ ട്രയാങ്കിൾ AEP CDP ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ADEയും CEയും എന്താണ്? ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻ ട്രയാങ്കിൾ APE ആൻഡ് ട്രയാങ്കിൾ CDP ഈ രണ്ട് ട്രയാങ്കിളിലും ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ സിമിലർ എന്ന് പറയുമ്പോൾ ആ പേര് കറക്റ്റ് ആയിട്ട് എഴുതണം. AP എന്നുള്ള ട്രയാങ്കിൾ CDP എന്നുള്ള ട്രയാങ്കിളും എന്തൊക്കെ ആംഗിൾ? നമുക്ക് ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്നറിയാം. അപ്പൊ ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെങ്കിൽ നമുക്ക് AA സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഈ ആംഗിൾ എന്താണ്? ആംഗിൾ AEP ഈക്വൽ ടു ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ CDPയും 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും 90 ഡിഗ്രി. റീസൺ CE ആൻഡ് AD ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്. രണ്ടും ഓൾട്ടിറ്റ്യൂഡ്സ് ആയതുകൊണ്ട് അതിന്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഏതൊക്കെയാണ് അതിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്? ആംഗിൾ CPD ഈക്വൽ ടു ആംഗിൾ APE ആണ്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? രണ്ട് ആംഗിൾ നമുക്ക് അവിടെ ഈക്വൽ ആയി കിട്ടി. Therefore by AA സിമിലാരിറ്റിയിൽ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്ന് പറയാം. അതായത് ട്രയാങ്കിൾ AEP സിമിലർ ടു A എന്ന ആംഗിൾ AEP ഇവിടെ ഈ ഏതിന് ഈക്വൽ ആണ്? ഈ ഡിക്കാണ് ഈക്വൽ. അപ്പൊ നടുവിൽ D എഴുതി. അതുപോലെ ഇവിടെ P എന്ന് പറയുന്നത് രണ്ടിലും CDP A സിക്കാണ് ഈക്വൽ. ഏതെല്ലാം ആംഗിളിന് ഏതെല്ലാം ആംഗിളാണ് ഈക്വൽ ആയിട്ട് വരുന്നത് അതിനനുസരിച്ച് പേര്. AE എന്ന് പറയുന്നത് ഡിക്കാണ്. നമ്മളിവിടെ AEP എന്ന് എഴുതി. അപ്പോ AEP സിമിലർ ടു CDP ആണ് പ്രൂവ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് E എന്ന് പറയുന്നത് ഡിക്ക് ഈക്വൽ, P എന്ന് പറയുന്നത് രണ്ടിലും P വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ P
അപ്പൊ ഇതിന്റെ പേര് എഴുതുമ്പോൾ നമുക്ക് AEP സിമിലർ ടു ഈ ഏതിനാണ് ഈക്വൽ ആയിട്ടുള്ളത്? ഡിക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. അതുപോലെ ഇവിടെ പി ലാസ്റ്റ് ആണ് നമ്മൾ എഴുതിയത്. പി ഏതിനാണ്? പിക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ പി ഇവിടെ എഴുതി. എ എന്ന് പറഞ്ഞ അപ്പൊ ട്രയാങ്കിൾ AEP സിമിലർ ടു CDP. പേര് കറക്റ്റ് ആയിട്ട് എഴുതുക. ഏതൊക്കെ ആംഗിളിന് ഏതൊക്കെ ആംഗിൾ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അതിനനുസരിച്ച് എഴുതുക. ഇനി അടുത്തത് അതില് സെക്കൻഡില് നമുക്ക് ABD എന്നുള്ള ട്രയാങ്കിളും CBE എന്നുള്ള ട്രയാങ്കിൾ CBE ഈ രണ്ട് ട്രയാങ്കിൾ ABDയും CBE എന്നുള്ള ട്രയാങ്കിളും ആണ് നമുക്ക് സിമിലർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ CBE ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് പേര് കാണുമ്പോൾ തന്നെ അറിയുന്നത് ആംഗിൾ B കോമൺ ആണ്. രണ്ടിലും ആംഗിൾ B കോമൺ ആണ്. അപ്പൊ ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ CBE ആണ്. ABD ഈക്വൽ ടു ആംഗിൾ CBE ആണ്, കോമൺ ആണ്. അപ്പൊ ഒരേ ആംഗിൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡിയും ഇയും ഉണ്ട്. ഡി 90 ഡിഗ്രി ആണ്, ഇയും 90 ഡിഗ്രി ആണ്. ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്, അപ്പൊ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇയും 90 ഡിഗ്രി ആണ്. അപ്പൊ 90 ഡിഗ്രി കിട്ടിയതുകൊണ്ട് രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് എ സിമിലാരിറ്റി രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ ആംഗിൾ എഴുതാം. ആംഗിൾ ADB എന്നുള്ള ട്രയാങ്കിളിൽ ഡി ആണ് 90 ഡിഗ്രി. അതുപോലെ ഇതില് CEB 90 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും ഈ 90 ഡിഗ്രി ആയി ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് ഈക്വൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് ട്രയാങ്കിൾ നമുക്ക് ഏതെല്ലാം ട്രയാങ്കിൾ ABD ആണ് ഇവിടെ സിമിലർ പറയേണ്ടത്. ട്രയാങ്കിൾ ABD സിമിലർ ടു എ എന്ന ആംഗിള് നമുക്ക് അത് ഇവിടെ ഈക്വൽ പറഞ്ഞിട്ടില്ല. ഡി ഏതിനാണ് ഈക്വൽ? ഇക്കാണ് ഈക്വൽ. അപ്പൊ ഡി ലാസ്റ്റ് ആണ് ഉള്ളത്. ഇവിടെ ഇ എഴുതുക. അതുപോലെ ഇവിടെ ബി രണ്ടിലും കോമൺ ആണ്. ഇനി എ എന്ന് പറയുന്നത് സി. അപ്പൊ ട്രയാങ്കിൾ ABD സിമിലർ ടു CBE. അപ്പൊ നമുക്ക് ഏതെല്ലാം ആംഗിൾ ആണോ അറിയുന്നത് അത് ഒരു ട്രയാങ്കിളിന്റെ പേര് എഴുതിയതിനു ശേഷം അപ്പുറത്തെ ട്രയാങ്കിളിൽ ആ ആംഗിളിന് ഏത് ആംഗിൾ ആണോ അപ്പുറത്തെ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ടുള്ളത് അത് എഴുതുക. ഇവിടെ ഡി ഇക്കാണ് ഈക്വൽ. അപ്പൊ ഡി ഇവിടെ ലാസ്റ്റ് ആണ്. അപ്പൊ ഇ ലാസ്റ്റ് വന്നു. ആംഗിൾ എക്ക് ആംഗിൾ സി മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. AEP സിമിലർ ടു ADP. AEP സിമിലർ ടു ADB ഈ രണ്ട് ട്രയാങ്കിളും ആണ് നമുക്ക് സിമിലർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻ ട്രയാങ്കിൾ AEP ആൻഡ് ട്രയാങ്കിൾ ADB ഈ രണ്ട് ട്രയാങ്കിളും ഇതിലും അതുപോലെ തന്നെ നമുക്ക് പേര് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ആംഗിൾ A കോമൺ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ A കോമൺ ആവുമ്പോൾ ആംഗിൾ PAE ആ ആംഗിളിന്റെ നടുവിലായിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ ആംഗിൾ DAB കോമൺ ആണ്. പിന്നെ ഒരു ആംഗിൾ നമുക്ക് ഇവിടെ ഇ ഉണ്ട്, ഈ ട്രയാങ്കിളിൽ ഡി ഉണ്ട്. അപ്പൊ ഈ 90 ഡിഗ്രിയാണ്, ഡിയും 90 ഡിഗ്രിയാണ്. അപ്പൊ ആ ആംഗിൾ പറയാ. ഇനി ഇങ്ങനെ എഴുതാം. ആംഗിൾ AEP ഈക്വൽ ടു ആംഗിൾ BDA 90 ഡിഗ്രി. ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ദർഫോർ ബൈ AA സിമിലാരിറ്റിയിൽ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ ആണ് സിമിലർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ AEP സിമിലർ ടു ട്രയാങ്കിൾ AEP ഈ ഡിക്കാണ് ഈക്വൽ ആയിട്ടുള്ള ഡി. അതുപോലെ ഇവിടെ A കോമൺ ആണ്. ADB ആ പേര് P എന്ന് പറയുന്നത് ബിക്കായിരിക്കും ഈക്വൽ. അപ്പൊ ട്രയാങ്കിൾ AEP സിമിലർ ടു ട്രയാങ്കിൾ ADB. ഇനി അതിൽ ലാസ്റ്റ് PDCയിലും BECയിലും ഇതിലും നമുക്ക് പേര് കാണുമ്പോൾ ആംഗിൾ സി ഈക്വൽ ആണ്. ഡിയും ഇയും ഉണ്ട് 90 ഡിഗ്രി. എ സിമിലാരിറ്റിയിൽ തന്നെയാണ് ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതുക. ഇൻ ട്രയാങ്കിൾ PDC ആൻഡ് ട്രയാങ്കിൾ BECയിൽ നമ്മൾ ആദ്യം കോമൺ എന്ന് പറഞ്ഞു ആംഗിൾ PCD ഈക്വൽ ടു ആംഗിൾ BCE കോമൺ. ഇനി ഒരു ആംഗിൾ 90 ഡിഗ്രി. അതായത് ആംഗിൾ PDC ഈക്വൽ ടു ആംഗിൾ BEC ഈക്വൽ അത് 90 ഡിഗ്രി ആണ്. Therefore by AA സിമിലാരിറ്റി ട്രയാങ്കിൾ PDC സിമിലർ ടു ട്രയാങ്കിൾ BEC. D ഇക്കാണ് ഈക്വൽ, C കോമൺ ആണ്, B P ക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. അങ്ങനെ സിമിലർ എല്ലാം AA സിമിലാരിറ്റിയിലാണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. E is a point on the side AD produced of a parallelogram ABCD and B intersect CD at F. Show that triangle ABE
സിമിലർ ടു ട്രയാങ്കിൾ CFB. ഇതിൽ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ABCD എന്നുള്ള ഒരു പാരലോഗ്രാം വരഞ്ഞു. അതിൽ AD പ്രൊഡ്യൂസ് ചെയ്യുക E എന്ന പോയിന്റിൽ. E is a point on the side AD produced of a triangle, of a parallelogram ABCD. ABCD എന്നുള്ള പാരലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിലുള്ള ഒരു പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. B ഇന്റർസെക്ട് CD അറ്റ് F എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ABE എന്നുള്ള ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ CFBക്ക് സിമിലർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഇവിടെ പാരലോഗ്രാം ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും ആംഗിൾ A ആംഗിൾ Cക്ക് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ABCD പാരലോഗ്രാം ആണ്. ABCD is a parallelogram. പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ആയിരിക്കും. അതായത് ഇൻ ട്രയാങ്കിൾ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇൻ ട്രയാങ്കിൾ ABE ആൻഡ് ട്രയാങ്കിൾ CFB, ഇതില് ഈ രണ്ട് ട്രയാങ്കിളും ABCD ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Cക്ക് ഈക്വൽ ആണ്. പിന്നെ പാരലോഗ്രാം ആകുമ്പോൾ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. AB പാരലൽ ടു CD ആണ്. AB പാരലൽ ടു CD ആണെങ്കിൽ നമുക്കറിയാം ഇത് ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ AB പാരലൽ ടു CD, B എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൽ ഈ ആംഗിൾ ആണ് വേണ്ടത്. അതായത് ഈ ആംഗിൾ നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെങ്കിൽ AA സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പൊ AB പാരലൽ ടു CD ആയതുകൊണ്ട് ആംഗിൾ ABF ഈക്വൽ ടു ആംഗിൾ CFB. ഇപ്പൊ രണ്ട് ആംഗിൾ നമുക്ക് ഈക്വൽ ആയിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ അതായത് BAE, ആംഗിൾ BAE ഏതിനാണ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്? ആംഗിൾ FCB. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. അതുപോലെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ആണ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് AA സിമിലാരിറ്റിയിൽ എന്ത് പറയാം? therefore by AA സിമിലാരിറ്റി ട്രയാങ്കിൾ ABE സിമിലർ ടു ട്രയാങ്കിൾ CFB ആണ്. പേര് കറക്റ്റ് ആയിട്ടാണ്. BFനാണ് ഈക്വൽ ആയിട്ടുള്ളത്. A എന്ന് പറയുന്നത് Cക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. ഈ B. അപ്പൊ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. AA സിമിലാരിറ്റിയിൽ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയും. Figure ABC and AMP are two right triangles, right angled at B and M respectively. Prove that triangle ABC similar to triangle AMP, CA by PA equal to BC by MP. ഇവിടെ നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. അപ്പൊ ആദ്യം സിമിലർ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ രണ്ട് ആംഗിൾ, അതായത് ABC എന്നുള്ള ട്രയാങ്കിൾ ബിയിൽ റൈറ്റ് ആംഗിൾ ആണ്, AMP M 90 ഡിഗ്രി ആണ്. അപ്പൊ ഒരേ ആംഗിൾ 90 ഡിഗ്രി ആയി. പിന്നെ രണ്ട് ട്രയാങ്കിളും A കോമൺ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AA സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് AMP ആ രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെ ആംഗിൾ ആണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം പറയാം. അതായത് ആംഗിൾ AMP ഈക്വൽ ടു ആംഗിൾ ABC. അതുപോലെ പിന്നെ എന്താണ് ആംഗിൾ MAP ഈക്വൽ ടു ആംഗിൾ CAB. ഇത് ഏനും മിഡിലാക്കിയിട്ടാണ്. അത് കോമൺ ആണ്. രണ്ടിലും കോമൺ ആണ്. ഇവിടെ 90 ഡിഗ്രി ആണ്. therefore by AA സിമിലാരിറ്റിയിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ AMP. അത് ഏതന്നെയാണ്? B എന്നുള്ളത് നമുക്കറിയില്ല. M Pക്കാണ് ഈക്വൽ. M Bക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. M Bക്ക് ഈക്വൽ CPക്ക്. അപ്പൊ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ AMP എന്ന് കിട്ടി. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് AB by AM ഈക്വൽ ടു BC by MP ഈക്വൽ ടു AC by PA. അങ്ങനെയാണ് വരിക. നമുക്ക് അപ്പൊ അതുപോലെ എഴുതാം. AC ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ AC
by PA. AC by PA equal to BC by PM അല്ലെങ്കിൽ MP. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. AC എന്നുള്ളത് CA. അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ ചെയ്ത CA by PA equal to BC by MP. കറസ്പോണ്ടിങ് സൈഡ്സ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ എഴുതിയാണ്. ടു സിമിലർ ട്രയാങ്കിളിൽ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്